ഫ്രം ഒഡീഷ. അപ്പോൾ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ അമ്പലത്തിലേക്ക് പൂവ് കൊണ്ടുപോവുകയായിരുന്നു. അമ്പലത്തിൽ പൂവ് കൊണ്ടുവച്ചു. എന്നിട്ട് പൂവ് വെച്ച് പ്രാർത്ഥിച്ചു വന്നിട്ട് ഇപ്പോൾ ഞാൻ അലക്കി കൊണ്ടുവന്ന തുണിയെല്ലാം ടെറസിന് മുകളിൽ വിരിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ പൂജാ റൂമിൽ കയറി നിലവിളക്കും പ്രസാദത്തിന് വെക്കുന്ന പാത്രം പിന്നെ മുരുടിയൊക്കെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു ട്രിപ്പിന് മുകളിലേക്ക് കയറിയാൽ മതിയല്ലോ. എന്നിട്ട് തുണിയെല്ലാം വിരിച്ചിട്ട് ഇന്ന് നല്ല കാറ്റുണ്ട്. ഒരു ചെറിയ മഴയൊക്കെ രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം ഏകദേശം 8 മണി കഴിഞ്ഞു. 8:10 ഒക്കെ ആവുന്നേ ഉള്ളൂ. കാരണം മോനെ 7 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ അലക്കലും കുളിക്കലും കഴിഞ്ഞ് വന്ന് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പൂ വെച്ച് നമസ്കരിച്ചിട്ട് വരും, അത്രേ ഉള്ളൂ. എന്നിട്ട് വന്നിട്ട് ഇവിടെ തുണിയെല്ലാം വിരിച്ചിട്ട് പിന്നെ പൂജാ റൂമിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 8:30 8:45 ആകുമ്പോഴേക്കും ഞാൻ അടുക്കളയിൽ കയറും. പിന്നെ എൻ്റെ അവിടുത്തെ അടുക്കളയിലെ ജോലികളാണ്. അപ്പോൾ ഇന്ന് മഴയൊക്കെ പെയ്ത് കാരണം നല്ല പ്രകൃതിയൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട്. ഇവിടെ കുറേ നേരത്തെ തന്നെ ഇവിടെ നേരം വെളുക്കും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുടാവുകയും ചെയ്യും. വൈകുന്നേരം 5:30 ആകുമ്പോഴേക്ക് കൂരിട്ടായിട്ടുണ്ടാവും. നമ്മളവിടെയൊക്കെ 7 മണിയൊക്കെ ആകും. വയനാട്ടിൽ 7 മണിയൊക്കെ ആകുമ്പോഴും അമ്മ പറയുന്നതൊക്കെ ഇരുടായിട്ടില്ല എന്നൊക്കെ. ഇനി ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ഇപ്പോൾ നിലവിളക്കെല്ലാം തേച്ച് കഴുകുകയാണ്. ഞാൻ ഡെയിലി നിലവിളക്കെല്ലാം തേച്ച് കഴുകും. എന്നിട്ട് താഴേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്ത് കാരണം കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ പൂജേൻ്റെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. കട്ട് ചെയ്ത് എന്നിട്ട് ഇവിടുന്ന് ഇതെല്ലാം കഴുകി മുരുടയിൽ വെള്ളം കൊണ്ടുപോയി താഴെ പൂജാ റൂമിൽ പൂജയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ദിവസത്തെ പൂജ എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ നോക്കാം. കാണാത്തവർ മുൻപോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭയങ്കര പൂജയൊക്കെ ഒരു മണിക്കൂറൊക്കെ ആവും. കാരണം അന്ന് കുറേ പരിപാടികളുണ്ട്. പഴം തേങ്ങ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമൽ ചെയ്യുമ്പോൾ ചന്ദനം അരച്ച് ചാമ്പി പൂവെല്ലാം വെച്ച് അലങ്കരിച്ച് ഇതുപോലെ 3 പ്ലേറ്റിൽ ഇങ്ങനെ പ്രസാദം വെക്കണം. കർപ്പൂരം കത്തിക്കണം, നിലവിളക്ക് കത്തിക്കണം. ലക്ഷ്മി വിളക്കാണ് ഞാൻ രാവിലെ കത്തിക്കുന്നത്. വൈകുന്നേരം നാരായണ വിളക്കാണ് കത്തിക്കുന്നത്. അതുപോലെ ചന്ദനത്തിരി വെച്ച് ഇതാണ് പൂജേൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഒരു അരമണിക്കൂർ എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ്. എന്നും രാവിലെ ഇതുപോലെ പൂജാ റൂമിൽ പൂജയും ഒക്കെ ചെയ്ത് മുരുടയിൽ ഇതുപോലെ വെള്ളം വെച്ച് അതിൽ 2-3 പൂവൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമ്മുടെ പൂജ. ഇതാ കണ്ടില്ലേ, ഇതാണ് ഡെയിലി ഉള്ള ഒരു പൂജ. ഇനി ഇതുപോലെ തുളസിത്തറയിൽ സൂര്യ നമസ്കാരമൊക്കെ ചെയ്തിട്ടാണ് താഴേക്ക് പോവുക. ഇപ്പം ഞാൻ തുളസിത്തറയിൽ സൂര്യ നമസ്കാരം ചെയ്ത് ഇങ്ങനെ നമസ്കരിക്കുകയാണ് താഴെ. അത് കഴിഞ്ഞിട്ട് മുരുട കഴുകി വെള്ളം കൊണ്ടുവന്ന് പൂജാ റൂമിൽ വെച്ച് കുറച്ച് പൂവിട്ടിട്ട് പോവും. ഇവിടെ തുളസിത്തറയിലും ഇതുപോലെ ഞാൻ പ്രസാദവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും വെക്കണം. അതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. നമ്മളവിടെയൊന്നും അങ്ങനത്തെ പൂജയും കാര്യങ്ങളൊന്നുമില്ല. പൂവെല്ലാം വെച്ച് ഒക്കെ ചെയ്ത് വന്നു. ഇനി താഴേക്ക് വന്ന് ഞാൻ വരുമ്പോഴേക്ക് ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ പൂജ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എഴുന്നേൽപ്പിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ കോള് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ വന്നിട്ടാണ് ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ കുളിച്ച് പൂജാ റൂമിലേക്ക് പോകുമ്പോൾ കിടക്കുമായിരിക്കുമല്ലോ. മോനിപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിലും മോനും പപ്പയൊക്കെ കിടക്കുമായിരിക്കും. എന്നിട്ട് വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ രാവിലെ വന്ന പാട് ഈ റൂമെല്ലാം അടിച്ച് വാരിയിട്ട് ഞാൻ വെറും വയറ്റിൽ ചിയാഡ് സീഡ്സ് അല്ലെങ്കിൽ നോനീൻ്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ വെറും ജീരക വെള്ളം അങ്ങനെ അതൊക്കെയാണ് വെറും വയറ്റിൽ കഴിക്കുന്നത്.
അപ്പോൾ ചിയ സീഡ്സ് തണുപ്പാകുമ്പോൾ കഴിക്കാൻ പറ്റില്ല, അതിന് തണുപ്പാണ്. അപ്പോൾ ഞാൻ വന്നപാട് ചേട്ടൻ വെള്ളം കുടിച്ചായിരുന്നു, അപ്പോൾ എനിക്കും കൂടി കൊണ്ടു തന്നതാണ്. ഇന്ന് ഞാൻ കുടിക്കുന്നത് നോനീൻ്റെ ഒരു ജ്യൂസാണ്, നോനി ജ്യൂസാണ്. ഞങ്ങൾ 2 പേരും വെറും വയറ്റിൽ കഴിക്കുന്ന ചിയ സീഡ്സിൻ്റെ ഇതാണ്, വെള്ളത്തിൽ കുതിർത്തിട്ട് അതാണ് ഓരോ ഗ്ലാസ് കുടിക്കുക. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നോനി ജ്യൂസാണ് കഴിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നോനി. ഇത് നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നല്ല ഹെൽത്തൊക്കെ കുറയാനും നല്ല ഇതാണ്. അതിൽ കുറേ ഇൻഗ്രീഡിയൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ 2 പേരും കഴിക്കുന്നുണ്ട്. ചേട്ടൻ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് രാവിലത്തേക്കുള്ള ടിഫിനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമുക്ക് കാണണ്ടേ. ഇന്ന് വെള്ളക്കടല കറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളക്കടല മസാലക്കറിയും ചപ്പാത്തിയാണ്. ഇവിടെ 2 നേരവും ചപ്പാത്തിയാണ് അധികവും. ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ വല്ലപ്പോഴേ ഉണ്ടാക്കുള്ളൂ, അധികം ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കടല കറിയും ചപ്പാത്തിയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രഷറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ അടിച്ചാലും നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു ബെൽ ലീഫ് ഇട്ടു, വേണമെങ്കിൽ കറുവപ്പട്ടേൻ്റെ ഒരു പീസ് ഇടാം. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി ചെയ്യൂലേ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറേ ടിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പ്രഷർ കുക്കറിൽ അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചും വെക്കുന്നുണ്ട്. ചപ്പാത്തി ചുടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂർ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ച് അപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും ആ മാവൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചപ്പാത്തി എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയ്ക്ക് സോഫ്റ്റായി കിട്ടുന്നതാണ്. സമയമില്ലാത്തവർ ഇതുപോലെ മാവ് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് താനെ തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം. ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ച് മൂടി വെച്ചു. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ബെൽ ലീഫ്, കുറച്ച് ജീരകം, പിന്നെ നമ്മളവിടെ കടുക് ഇട്ടാൽ മതി. ഇവിടെ നോർത്തിലൊക്കെ ജീരകമാണല്ലോ ഇടുന്നത്, അവർക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. എന്നിട്ട് അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. കരിഞ്ഞു പോകരുത്, ഗ്യാസ് കുറച്ച് വെക്കണം. എന്നിട്ട് ഞാൻ മസാല ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചെടുത്തതാണ്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല, കാരണം അത് അങ്ങനെ പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. സാധാരണ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്, പക്ഷേ അതിന് സമയമെടുക്കും. ഇതുപോലെ ചെയ്താൽ പക്ഷേ വെള്ളം വറ്റുന്ന വരെ മസാല ഇതുപോലെ ആക്കി എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ വഴറ്റിയെടുത്തു. എന്നിട്ട് വേവിച്ച കടല അതിലേക്ക് കുറച്ചിട്ടിട്ട് എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ മസാല സാധാരണ എങ്ങനെയാണുള്ളത് അതുപോലെയാകും. മീൻ കറിക്കല്ല ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ ചാറിന് കുറച്ച് കുറുകലൊക്കെ ഉണ്ടാവും, കാരണം എല്ലാം നമ്മൾ അരച്ചെടുത്തിയാണല്ലോ. കടലയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറി കുറുകാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പാണിത്. കടല ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചിടുകയാണെങ്കിൽ കറുത്ത കടലയും ഈ വെള്ളക്കടലയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. തവി കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒരു എക്സ്ട്രാ മാറ്റിയെടുത്ത് അത് അങ്ങനെ ഇട്ടുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്ക് മസാല കറിയാണ് നല്ലത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ആ കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇവിടെ ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പക്ഷെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ വീഡിയോ ലിങ്ക് ഒന്ന് നിങ്ങൾ നോക്കണേ. ഇവിടെ നോർത്തിലൊക്കെയാണല്ലോ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്നത്, എണ്ണ ഉപയോഗിക്കാതെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കല്ലിലിട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം.
ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. തീ കുറച്ചൊന്നും വെക്കരുത്, തീ കൂട്ടി തന്നെ ചപ്പാത്തി ഉണ്ടാക്കണം. എന്നിട്ട് ഇതുപോലെ കണലിൽ കാണിക്കുകയാണെങ്കിൽ, കണലിൽ അടുപ്പിൽ ചെയ്യുന്നതാണ് ഉഗ്രൻ ചപ്പാത്തി കേട്ടോ. ഇതുപോലെ കണലിൽ ഇങ്ങനെ പൊള്ളിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല കൊമ്മള പോലെ പൊന്തി വരും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇതാ കണ്ടില്ലേ, ഒന്നും കരിഞ്ഞൊന്നും പോകാത്ത നല്ല അടിപൊളി ഉഗ്രൻ ചപ്പാത്തിയാണ്. ഇതാ എൻ്റെ ചപ്പാത്തി ഉണ്ടോ, കരിഞ്ഞൊന്നും പോവില്ല. അത് നമ്മൾ ഒഡീഷയിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ഇവിടെ കറിയായി. ഞാനിവിടെ ഓരോ ചപ്പാത്തികൾ ചുട്ടെടുത്തു. ഇപ്പോൾ എൻ്റെ ചേട്ടൻ വരും കുളിച്ചിട്ട്. ചേട്ടന് ആദ്യം ഫുഡ് കൊടുക്കണം, എന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ. ഇതാണ് എൻ്റെ ചപ്പാത്തിയും നമ്മളെ ഉഗ്രൻ വെള്ളക്കടല മസാല കറിയാണ്. അപ്പോൾ ചേട്ടൻ വന്ന് ഞാൻ ചേട്ടന് കഴിക്കാൻ കൊടുക്കുകയാണ്. ചേട്ടൻ കഴിക്കുന്ന ഇടയിൽ എൻ്റെ അടുക്കളയിൽ ചിലപ്പോൾ ചപ്പാത്തി ചൂടുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കുന്നുള്ളൂ. ചേട്ടൻ അർജൻറ്റായിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഓടും. എനിക്ക് പതുക്കെ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കണതാണ്. ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് കഴിക്കും. ഇല്ല എങ്കിൽ ഞാൻ പിന്നെ കഴിക്കുള്ളൂ. ചേട്ടന് അർജൻറ്റ് ആവുമല്ലോ, കടയിൽ പോകേണ്ട ഇതുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താമസം ഞങ്ങൾ മുകളിലേക്ക് മാറുന്നു. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ മുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു ടേബിൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പണികളൊക്കെ ഏകദേശം തീരാനായി. എൻ്റെ ലൈവ് വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ മുകളിലത്തെ വീടൊക്കെ ശരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ലൈവിൽ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മാറും. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അധികം ഇവിടെ ചപ്പാത്തി തന്നെയായിരിക്കും. ചേട്ടന് ചപ്പാത്തി ഇഷ്ടമുള്ളതുകൊണ്ട് ചപ്പാത്തി തന്നെ അധികം വെക്കുക. അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ മാറി മാറി ചെയ്യും. വെജിറ്റബിളായിരിക്കും അധികം. രാവിലെ അങ്ങനെ നോൺ വെജ് ഒന്നും വെക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയായിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഞാനിതെല്ലാം കാണിക്കുന്നതാണ്. നമുക്കൊരു ഇതുണ്ട്, അയ്യോ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ കാണിക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് മാത്രം കാണിക്കുകയാണ്. നല്ല അടിപൊളി വെള്ളക്കടല മസാലക്കറിയാണ്. ഇതുപോലെ വെച്ച് നോക്കണം. ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് ഞാൻ വെക്കുന്നത് എൻ്റെ ഞങ്ങൾ രണ്ടുപേരും മോന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറി ഉണ്ടാവും. അപ്പോൾ ഈ കറി തന്നെ ഞാനൊരു വേറൊരു ഐറ്റമായിട്ട് വേറൊരു രൂപത്തിലേക്കാക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതേ കടലക്കറിയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കടുക് വറവിട്ട് ഒഴിക്കും. കടുകും കരിയാപ്പിലൊക്കെ വറവിട്ട് ഒഴിക്കും. അപ്പോൾ നല്ല ഉഗ്രൻ ചാറ് കറിയായി ഇതാ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ചോറും അതേ കടലക്കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വറവിട്ടതാണ്. അപ്പോൾ നല്ല ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ചപ്പാത്തിക്ക് മസാലയും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ ചോറിന് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ തൈരുണ്ട്, ചീരത്തോരനുണ്ട്, പടവലങ്ങ റൗണ്ടായിട്ട് മുറിച്ച മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ പുളിയിഞ്ചി ഉണ്ട്. ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതിൻ്റെ ഇടയിൽ മോൻ വന്നു, മോനെ കുളിപ്പിച്ചു. പിന്നെ മോന് രാവിലെ വന്നപാട് തന്നെ ചപ്പാത്തിയും കറിയും കൊടുത്ത് കുറച്ച് നേരം മോൻ കളിച്ചു, പിന്നെ പോയി കുളിച്ചു. ഇപ്പോൾ ഉച്ച സമയമായി. ഇപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. മോൻ കൈകൊണ്ട് തിന്നോളും, എന്നാലും ഞാനും വാരി കൊടുക്കും. അവൻ മെല്ലെ കളിച്ചായിരിക്കും തിന്നുക. അവന് 1 മണിക്കൂറൊക്കെ വേണം ഭക്ഷണമൊക്കെ കഴിച്ചെടുക്കാൻ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. എഴുതിയിട്ട് നമ്മുടെ ഒരുപാട് ജോലി. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് മഴയാണ്. നല്ല മഴ പെയ്ത് എൻ്റെ തുണികളെല്ലാം നനഞ്ഞു. ഇനി ഒരു പണിയാണ്, ഇനി പോയി തുണിയെല്ലാം എടുക്കണം, കഴുകി വീണ്ടും അകത്ത് എവിടെയെങ്കിലും ഉണക്കണം. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.